ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാനുള്ള ഇമോഷൻ കണ്ണിൽ നിന്ന് കിട്ടുന്ന അത്രയും വേറെ ഒരു രീതിയിലും നമുക്ക് കിട്ടില്ല. ആൻഡ് എക്സ്ട്രീം ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ട് ആയത് കാരണം നമുക്ക് ഫേസും കണ്ണും കണ്ണീരും മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ കൈവച്ച് കണ്ണ് മറച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പോകും. അപ്പോൾ അത് കെയർഫുൾ ആയിരിക്കണം എന്ന് ഞാൻ ഫിലിപ്പിൻ്റെ അടുത്ത് പറഞ്ഞു. ആൻഡ് വേറൊരു ചലഞ്ച് ഞാൻ അതേസമയം ഫിലിപ്പിന് ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഒറ്റ ഷോട്ടിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര ടൈം കരയണം, അത് കഴിഞ്ഞ് പതുക്കെ അതൊന്ന് അവിടെ ഹോൾഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത്ര ടൈമിനുള്ളിൽ തിരിച്ച് നോർമൽസിയിലേക്ക് എത്തണം. അത് അത്ര പറഞ്ഞു കൊടുക്കാനേ എനിക്ക് അറിയായിരുന്നുള്ളൂ. ബാക്കി ചെയ്തത് ഫിലിപ്പാണ്. അതും ഒരു ചലഞ്ചായിരുന്നു. പറഞ്ഞ പോലെ നാച്ചുറലി മനസ്സിലൊരു ഇമോഷൻ വന്നു കഴിയുന്ന മുഖം കവർ ചെയ്യുക എന്നുള്ളതാണ് നാച്ചുറൽ റെസ്പോൺസ്. അപ്പോൾ പതുക്കെ കൈ പൊങ്ങി വരുന്നുണ്ട് വസന്ത അവിടെ നിന്ന് പറയും കൈപ്പൊക്കല്ല 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 എന്ന്. അപ്പോൾ ഇത് കേൾക്കുകയും വേണം, കരയാൻ വേണം, പിന്നെ ക്യാമറയിലോട്ട് നോക്കാനും പാടില്ല. ഞാൻ യെസ് പറഞ്ഞും പോയി. എങ്ങനെയോ വസന്തിന് വേണ്ടിയ സാധനം വസന്ത് ഒപ്പിയെടുത്തു എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വസന്ത് എൻ്റെ കയ്യിൽ നിന്ന് പോവും, പിന്നെ ഞാൻ ഒരു താളത്തിൽ ഞാനിത് ചെയ്തു പോവും. ഉണ്ണി നേരത്തെ ചോദിച്ചു ഇത് സിംഗിൾ ടേക്കിൽ എങ്ങനെ എടുത്തു എന്നുള്ളത്. ഇത് സിംഗിൾ ടേക്കിൽ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ അതിനു മുമ്പ് ഒരിക്കൽ ഞങ്ങൾ ശ്രമിച്ചു. ഫിലിപ്പിന് ഇത് ഇത്ര ബുദ്ധിമുട്ടാവാതെ നമുക്കിതൊരു മൾട്ടിപ്പിൾ ഷോട്ട്സ് ആയിട്ട് ഈ കരയുന്ന അതേ സീക്വൻസ് നമ്മൾ മൾട്ടിപ്പിൾ ഷോട്ട്സ് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫിലിപ്പിന് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ വിചാരിച്ച രീതിയിൽ ആ ഷോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ആംഗിളിൽ നിന്ന് മറ്റേ ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് മാസ്ക് ചെയ്യാമല്ലോ എന്നുള്ള ഒരു അറ്റംപ്റ്റായിട്ട് ഞങ്ങളിത് മുമ്പ് ഷൂട്ട് ചെയ്തു. അത് ഭംഗിയെ വന്നു, ഇല്ല എന്നല്ല. പക്ഷേ അതിൻ്റെ പ്ലേ ബാക്ക് ഞാൻ തിരിച്ച് വീട്ടിലെത്തി ലാപ്ടോപ്പിലിട്ട് കണ്ടു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഭംഗി ഇതൊരു സിംഗിൾ ഷോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഓഡിയൻസിലേക്ക് അത്രയും അധികം എത്തിച്ചേരും. ആൻഡ് ആ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു ഉദ്ദേശവും. കാരണം നേരത്തെ പറഞ്ഞ മാതിരി ആ കഥാപാത്രത്തിനോടുള്ള എമ്പത്തി ഓഡിയൻസ് അത്രയും ഫീൽ ചെയ്യണം. അതിന് ഇതൊരു സിംഗിൾ ഷോട്ടായി പോയാലേ പറ്റുള്ളൂ.